ഉത്തർപ്രദേശിലെ നിധാരി എന്ന ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് 19 വർഷം മുൻപാണ്. അതായത് 2006 ഡിസംബറിൽ 11 പെൺകുട്ടികളുടെയും ഒരു യുവതിയുടെയും 6 ആൺകുട്ടികളുടെയും ശരീരാവശിഷ്ടങ്ങൾ അഴുക്കുചാലിൽ നിന്നും കണ്ടെത്തിയ ആ ദിവസം ഇന്നും ഭീതിയോടെയാണ് ഓർമ്മിക്കുന്നത്. ഇന്ന് ആ കൊച്ചു ഗ്രാമം അറിയപ്പെടുന്നത് നിധാരി കൂട്ടക്കൊലയുടെ പേരിലാണ്. 19 ശരീരഭാഗങ്ങളാണ് അഴുക്കുചാലിൽ നിന്നും അന്ന് കണ്ടെത്തിയത്. കൊലപാതകവും നരഭോജനവും നടത്തിയെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്ത കേസ്. എന്നാൽ പിന്നീട് എന്താണ് ആ കേസിൽ സംഭവിച്ചത്? പ്രതി സുരേന്ദ്ര കോലിയെ അവസാന കേസിലും സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഡിസംബറിൽ കോലി ജോലി ചെയ്തിരുന്ന വ്യവസായിയായ മുനീന്ദർ സിംഗ് പാന്തർ എന്നയാളുടെ വീടിന്റെ ഓടയിൽ നിന്ന് 8 കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തതോടെയാണ് നിധാരി കൊലപാതകങ്ങൾ പുറം ലോകമറിഞ്ഞത്. മുനീന്ദറിന്റെ വീട്ടിൽ വെച്ച് നിരവധി കുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മുനീന്ദറിന്റെ വീടിനടുത്തുള്ള അഴുക്കുചാലിൽ നിന്ന് തലയൊട്ടി ഉൾപ്പെടെയുള്ള 19 അസ്ഥികൂടങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതിലൊന്ന് കാണാതായ 10 വയസ്സുകാരിയുടേതാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുനീന്ദറും കോലിയും അറസ്റ്റിലായി. കേസ് പിന്നീട് CBIക്ക് കൈമാറി. നിരവധി കുട്ടികളെ കാണാതായ വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതിന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചണ്ഡീഗഡ് സ്വദേശിയായ വ്യവസായിയാണ് മുനീന്ദർ സിംഗ് പാന്തർ. ഇയാൾക്ക് നോയിഡ സെക്ടർ 2-ൽ വ്യാപാര സ്ഥാപനമുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ താമസിക്കാനാണ് നോയിഡ സെക്ടർ 31-ലെ D ബ്ലോക്കിൽ 5 നമ്പർ വീട് വാങ്ങിയത്. അവിടെ കോലിയെ ജോലിക്കാരനായി നിയമിച്ചു. ഈ വീടിനടുത്താണ് നിധാരി ഗ്രാമം. ഗ്രാമത്തിലെ കുട്ടികളെയും യുവതികളെയും നോയിഡയിലേക്ക് തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശരീര അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയും പിന്നീട് ഇവ തൊട്ടടുത്തുള്ള അഴുക്കുചാലിലേക്ക് തള്ളുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ശരീരഭാഗങ്ങൾ മുറിച്ച് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരുന്നെന്നും കോലി പ്രത്യേക മാനസിക രോഗത്തിന് അടിമയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് ഗാസിയാബാദ് പ്രത്യേക CBI കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ 2023 ഒക്ടോബർ 12-ലെ കൊലപാതക കേസുകളിൽ കോലിയെയും 2 കേസുകളിൽ മുനീന്ദറിനെയും അലഹബാദ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ആകെ 13 കൊലപാതക കേസുകളാണ് കോലിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നിധാരി പരമ്പര കൊലപാതകങ്ങളിൽ 15 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലാണ് സുരേന്ദ്ര കോലിയെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയത്. ചീഫ് ജസ്റ്റിസ് RB ഗവായ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത, വിക്രംനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. കോലിയെ ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 13ാമത്തെ കേസിലും കോടതി കുറ്റവിമുക്തനാക്കിയതോടെ കോലിക്ക് പുറത്തിറങ്ങാനുള്ള വഴി തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.